അപ്പോൾ ഈ ചോദ്യകർത്താവ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അയാളോട് പറയുകയാണ്, എനിക്കിനി ഫാമിലി ലൈഫിനോട് താല്പര്യമില്ല. കാരണം ഞാൻ പരിശീലനത്തിലൂടെ എൻ്റെ ബോഡിയെ ഞാൻ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനാക്കി വെച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ബൈബിൾ വചനം ഞാനൊന്ന് ഉദ്ധരിച്ചു. ബൈബിളിൽ യേശുദേവൻ പറയുന്നുണ്ട്, ഷണ്ടരായി ജനിക്കുന്നതുകൊണ്ട്. കാരണം എറക്റ്റൈൽ ഡിസ്ഫങ്ഷനാണ്, അവരെ സംബന്ധിച്ച് ആക്ടിവേഷൻ ഇല്ല. 2 മതിലുചാട്ടം ഒരുപാട് മോശപ്പെട്ട പരിപാടി കാണിക്കുമ്പോൾ നാട്ടുകാർ ഷണ്ടരാക്കും, അല്ലെങ്കിൽ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനിലാക്കും. 3 ദൈവരാജ്യത്തെ പ്രതി നമ്മുടെ ലൈഫിലേക്ക് വേണമെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങാം. അതാണ് അച്ഛന്മാർ, പള്ളിയിലച്ഛന്മാർ, സിസ്റ്റർമാർ, അതുപോലെ തന്നെ യോഗിവര്യന്മാർ, സന്യാസി സിസ്റ്റർമാർ, ആധ്യാത്മികത പഠിക്കുന്ന എല്ലാവർക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നവർക്കും ആ വീഡിയോ മുഴുവൻ കണ്ടവർക്കും ആധ്യാത്മികത അറിയാമെന്നുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. ലൗകിക ലൈഫ് ഏറ്റവും ഭംഗിയായി ആസ്വദിച്ച് ഇവിടെ തന്നെ സ്വർഗീയ ജീവിതം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പം വഴി അല്പം ആധ്യാത്മികത കൂടെ പഠിക്കുന്നതാണ്. ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ്, അല്ല ശരീരത്തിനെക്കുറിച്ച് മാത്രമല്ല. അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആരാണ് നമ്മൾ? അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം കുറേ ക്ലാസ്സും കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കിടന്ന് മൊബൈൽ ഫോൺ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തോന്നിയവാസിയായി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇപ്പോഴത്തെ യുവതലമുറ, ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഈ പുതിയ കുട്ടികളെ അല്ല ഞാൻ പറയുന്നത്,